ഉല്ലാസ് ബാബു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യത്ത് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? ഭരണഘടനയിൽ പറയുന്ന പല കാര്യങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ പോലും ഉണ്ടാകുന്നത് എന്നുള്ളതിന് തുടർച്ചയായിട്ടിപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്ന രാജ്യത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അതിനൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ, അതിന് പോലും മിനക്കെടാതെ ഒരു തരത്തിൽ BJP കേന്ദ്ര സർക്കാർ ഒക്കെ ഇതിനെ കണ്ണടച്ച് മുന്നോട്ട് വിടുന്നത്? ഡോക്ടർ ലാലിൻ്റെ ഇൻട്രോ വളരെ കേമമായിരുന്നു. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് മനപ്പായസം ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളിൽ. BJP തച്ചുടയുന്നു, 400 എന്ന് പറയപ്പെടുന്ന സീറ്റിൻ്റെ എല്ലാ അവസ്ഥകളും ഒരു രാത്രി കൊണ്ട് ഉടഞ്ഞു വീഴുന്നു. എന്ത് മനോഹരമായിട്ടാണ് ലാൽ നടക്കാത്തൊരു സ്വപ്നത്തെ അവതരിപ്പിച്ചത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനുശേഷം വളരെ സീനിയറായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ സമ്പത്ത് സാർ അദ്ദേഹം പറഞ്ഞു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. എവിടെയാണ് സമ്പത്ത് സാർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുള്ളത്? എവിടെയാണ് സമ്പത്ത് സാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ സീനിയർ നേതാവിനെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതിൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള എതിർപ്പും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് അങ്ങ് പറഞ്ഞു. ശരി, മുഖ്യമന്ത്രിക്ക് നിയമത്തിന് മേലെയാണോ മുഖ്യമന്ത്രിമാർ? ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലുള്ളൊരു സംശയമാണ്. നിയമത്തിന് മേലെയാണോ മുഖ്യമന്ത്രിമാർ? 9 തവണ ശ്രീ ലാൽ, നിങ്ങൾ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ BJPക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, 9 തവണ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള പാർട്ടി 2022 ഡൽഹി പോലീസിന് കൊടുത്തിട്ടുള്ള പരാതി അടക്കം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ പരാതി അടക്കം കൊടുത്ത് വലിയ വിഷയമായിട്ട് അതൊരു വലിയൊരു അഴിമതിയാണെന്ന് കണ്ടെത്തി ചീഫ് സെക്രട്ടറി തന്നെ ലഫ്റ്റനൻറ്റ് കേണലിനോട് അത് പരാതി പറഞ്ഞുകൊണ്ട് അവർ CBIക്ക് വിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ആരോപണ വിധേയമായ കാര്യം ജെനുവിനാണ് എന്ന് അന്വേഷണ ഏജൻസികൾ പലതരത്തിൽ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ചോദിച്ച് കാര്യങ്ങൾ അറിയാൻ ഇദ്ദേഹത്തെ 9 തവണ വിളിച്ചിട്ടും ഞാൻ മുഖ്യമന്ത്രിമാർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന അർത്ഥത്തിലൊക്കെയാണല്ലോ താങ്കൾ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ് രാജ്യത്ത് മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും ഉൾപ്പെടെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഉൾപ്പെടെ എല്ലാവർക്കും ഒരേ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഭാവന ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിക്ക് ഉണ്ടാകണം, അന്വേഷണ ഏജൻസിക്ക് ഉണ്ടാകണം എന്ന് എന്തുകൊണ്ടാണ് BJPക്ക് തോന്നുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ആയതുകൊണ്ട് മാത്രമല്ലല്ലോ ലാൽ എന്തുകൊണ്ടാണ് അവിടെ ഈ കൃത്യമായ കാര്യം മറച്ചു വെക്കുന്നത്? അദ്ദേഹമാണ് കോടതിയിൽ പോയത്. എന്താ ആദ്യം കോടതി ചോദിച്ചു എന്തുകൊണ്ട് ഇവരെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. രണ്ടാമത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഓർഡർ വാങ്ങിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ചെയ്യുന്നില്ല. വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ തീരുമാനം ചോദിക്കുന്നു. ഇദ്ദേഹം വീണ്ടും ചോദിക്കുന്നു എന്നെ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യരുതേ. കോടതി അത് തള്ളുന്നു. സ്വാഭാവികമായിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു എന്നെ ചോദ്യം ചെയ്യാൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ അറസ്റ്റിലേക്ക് അന്വേഷണ ഏജൻസി പോയത്? ഒരു കോടതിയും പറഞ്ഞില്ല അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ED മുന്നോട്ട് പോകുന്നത്. ED തന്നെ പറയുന്നത് ഈ കേസിൽ മാപ്പസാക്ഷിയായവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ്. ഈ മാപ്പസാക്ഷിയായവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മാപ്പസാക്ഷി ആയവർ തന്നെ എന്താണ് BJPയുമായിട്ട് അവർക്കുള്ള ബന്ധം എന്നുള്ളത് ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് അനുകൂലമായി പണം സംഭാവന ചെയ്തിട്ടുള്ളവർ നൽകിയ മാപ്പസാക്ഷികൾ, ആ മാപ്പസാക്ഷി ഈ ബോണ്ട് കൊടുക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ മാപ്പസാക്ഷി ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ED എന്ന് പറയുന്ന സംവിധാനം എപ്പോഴാണ് ചിലരുടെ അടുത്തേക്ക് റെയ്ഡുമായി എത്തുന്നത്?
ചിലരുടെ അടുത്തേക്ക് അറസ്റ്റുമായി എത്തുന്നത്? ഇതൊക്കെ ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരു ഈ കാര്യം ബോണ്ട് ഇല്ലല്ലോ. നിങ്ങളൊരു കാര്യം നൽകാതിരിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം BJP ക്ക് പറയുമ്പോൾ അതിനെ സംഭാവന bypass നൽകാതിരിക്കുമ്പോൾ നിങ്ങൾ ED എത്തുന്നു. അവർ സംഭാവന കൊടുത്താൽ അവർ മാപ്പുസാക്ഷികളാകുന്നു. അവർ മാപ്പുസാക്ഷികളായവർ പറയുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഇതാണ് സംശയം. ഒരു സംശയവുമില്ലല്ലോ. എല്ലാവരും പറയുന്നത് മുഴുവൻ ഒരു എന്താ പറയുക, ഒരു സൂത്ര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ലാലിനെ പോലെയുള്ള ഒരു പരിണിതപ്പെട്ടനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഒരു ചർച്ചയെ വഴിതിരിച്ച് എതിർ ദിശയിലേക്ക് തിരിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ചെയ്യരുത്. നിങ്ങൾ നോക്കണം, കോടതി പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നാ പറയുന്നത്. എനിക്ക് അങ്ങനെ അനുകൂല പ്രശ്നമൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. കോഡ് ഓഫ് കോണ്ടക്ട് നോക്കാതെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഏജൻസി ഇറങ്ങി തിരിച്ചിരിക്കുന്നു? ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ എല്ലാവരും സമന്മാരാണെന്ന് നിങ്ങൾക്ക് ഇന്ന് രാവിലെയാണോ തോന്നിയത്? ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് മനസ്സിലായില്ലേ ഇതൊന്നും? ഡോക്ടർ ലാലിൻ്റെ പേടി എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ എനിക്ക് നല്ല മനസ്സിലാവും. ഞാനത് അംഗീകരിക്കുന്നു. ലാലിൻ്റെ പേടിക്ക് കാരണഭൂതമാകുന്ന കാര്യമൊക്കെ എനിക്ക് എന്റെ പേടിയാണ് നേരത്തെ ഡോക്ടർ സമ്പത്തും ചൂണ്ടിക്കാട്ടിയത്. രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ചിരിയാണോ വരേണ്ടത്? രാജ്യത്തെ അനേകം ആളുകൾക്ക് ഈ ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മുമ്പിൽ നിങ്ങൾ ചിരിക്കുകയാണോ? പ്ലീസ്. എന്നാൽ ലാൽ പ്രസംഗിക്കുക, അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യുക? ഒരു കാര്യം പറയാൻ അനുവദിക്കാനുള്ള ഒരു ക്ഷമ പോലും ലാലിനില്ല എങ്കിൽ ഞാൻ ഡോക്ടർ ലാലിനെ പോലെ ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു മിനിറ്റ് അങ്ങ് മിണ്ടാതിരിക്കുമെങ്കിൽ എനിക്കൊന്ന് പറയാൻ അനുവദിക്കുക. മോശമല്ലേ നമ്മളെ വിളിച്ചു വരുത്തി ഇങ്ങനെ കാണിക്കുന്നത്? ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുന്ന പറയൂ. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് ഞാൻ തുടർന്നും ചോദിക്കും. താങ്കൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. സമയം പ്രശ്നമുണ്ട്. ഞാൻ പറയാമെന്ന്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ച് വേണ്ട, ഞാൻ പറയാമല്ലോ. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ പറയാം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, ED അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അറസ്റ്റ് ചെയ്യാൻ കാരണഭൂതമായിട്ടുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്. അതൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട